ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സംഗീത വ്ലോഗിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു ഔട്ടിംഗ് പ്ലാനാണ്. ഔട്ടിംഗ് ഒന്നുമല്ല കേട്ടോ, നമ്മളൊരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ വിചാരിച്ചിരിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ബഡ്ജറ്റ് ഒരു 50,000 ബിലോ ആണ്. 50,000 ബിലോയിൽ നല്ലൊരു എല്ലാ സ്പെക്കും കൂടി ഉള്ളൊരു ലാപ്ടോപ്പ് വാങ്ങാൻ പോവാണ്. അപ്പം നമുക്കിങ്ങനെ ഒന്ന് തപ്പിത്തരിഞ്ഞ് നടന്നിട്ട് എവിടെയാണോ നല്ലത് കിട്ടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകാം. നമ്മളിപ്പോൾ ഇങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഒരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യാൻ പോവാണ്. പാലക്കാട് പോയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 50,000 ബിലോ ആയിട്ടുള്ളൊരു ലാപ്ടോപ്പാണ് നമുക്ക് വേണ്ടത്. പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും അങ്ങനത്തെ പ്ലാനിങ്ങോ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഞങ്ങൾ പോയിട്ട് നോക്കിയിട്ട് നല്ലത് എവിടെയാണോ അതിനനുസരിച്ചിട്ട് നോക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ നമ്മുടെ ഒരു 50,000 ബിലോ ബഡ്ജറ്റിൽ ഏറ്റവും നല്ല സ്പെക്കിലുള്ള ലാപ്ടോപ്പ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് പോണത്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പാലക്കാട് വരെയുള്ള ഒരു ചെറിയൊരു യാത്ര നമുക്ക് ലാപ്ടോപ്പൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാം. ഓക്കെ. അപ്പം നമ്മൾ ഒലോക്കോടെത്തി. ഒലോക്കോട് ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് ഇപ്പം ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുതിയ എൻട്രൻസ് ഇവിടെയാണ്. ഓക്കെ. ടോയ് വാങ്ങിക്കൊടുക്കാമെന്ന് വന്നില്ലായിരുന്നു. അപ്പോൾ ടോയ് വാങ്ങാൻ വന്നതാണ്. അവൻ്റെ ഫേവറേറ്റ് JCB ആണ്. JCB നോക്കാം. അപ്പം നമ്മളിപ്പം തിരിച്ച് വീട്ടിലേക്ക് പോവാം. നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഈ പോണ വഴിക്ക് നല്ല ഭംഗിയായിട്ടൊരു സ്ഥലമുണ്ട്. അപ്പം അത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി നമ്മളിവിടെ വണ്ടി നിർത്തിയതാണ്. ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് പുറത്തിറങ്ങട്ടെ. ഇതുണ്ടോ, ഇതിപ്പോൾ മുണ്ടൂരിൽ നിന്ന് കല്ലടിക്കോട് എത്തുന്നതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലമാണ്. ഒറ്റ വണ്ടിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ റോഡിൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൂടെ വെള്ളം ഒഴുകണത് കാണുന്നുണ്ടോ? കണ്ടോ? ഇത് രസം അറിയോ? കണ്ടോ അവിടെ കൂടെ വെള്ളം ഒഴുകണൊക്കെ കാണുന്നുണ്ടോ? നല്ല ഭംഗിയല്ലേ. ഇവിടെ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ
പാടവും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ നല്ല വെള്ളം ഒഴുകി വരുന്നത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഒന്ന് ഫോക്കസ് ചെയ്ത് കണ്ടാ, വാ കണ്ട നല്ല നീമല്ല അവിടെ നീമല്ല വാട്ടർഫോൾസിൻ്റെ അടുത്തല്ലേ കല്ലടിക്കോടൻ മലയുടെ ഭാഗമാണ് അല്ലേ? ഞാൻ വിചാരിക്കും ഇതൊന്ന് കവർ ചെയ്യണം. അപ്പോഴൊന്നും നമുക്കിവിടെ വണ്ടി നിർത്താൻ പറ്റില്ല. ഇന്നിപ്പോൾ കാലിയായിട്ട് പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലാത്ത സമയം. എപ്പോഴും ആൾക്കാരൊക്കെ വണ്ടിയൊക്കെ നിർത്തി ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇന്നപ്പം ഞാൻ വിചാരിച്ചൊന്ന് നിർത്തി കവർ ചെയ്തെടുക്കാമെന്ന്. ചില സമയത്ത് ഈ മഞ്ഞ് ഇതൊന്നും ഉണ്ട്, മേഘമൊന്നും ഉണ്ടാവില്ല. ഫുള്ള് മലയും നമുക്ക് ഇവിടെ നിന്നിട്ട് വ്യൂ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്. വയലും മലയും ചിത്രം വരച്ചതുപോലെയുണ്ട്. വല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ്. ആഗ്രഹമായിരുന്നു ഇതൊന്ന് കാണിച്ചു തരണം എന്നുള്ളത്. അപ്പം ഞാനിത് എടുത്തിട്ടുണ്ട്. കാണിച്ചെന്നെ ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയ കാലാവസ്ഥയല്ല കണ്ടോ. ഇപ്പം തിരിച്ചു വന്നപ്പോഴേക്കും പെട്ടെന്ന് മഴ പെയ്തത്. അങ്ങോട്ട് പോയപ്പോൾ നല്ല ക്ലിയർ സ്കൈ ആയിരുന്നില്ല. ഇപ്പം നോക്കൂ ഇരുട്ടായി. ഇപ്പം സമയം ഇത്രയും ഒരു 6:15 പക്ഷെ എന്നാലും 6:20 നമുക്ക്. പക്ഷെ എന്നാലും നമ്മുടെ രാത്രി മഴയുണ്ട്. ഒരു മഴ കഴിഞ്ഞിരിക്കുന്നു ഇവിടെ നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും. ഞങ്ങളെ പാലക്കാടിൻ്റെ ചിറാപ്പൂഞ്ചിയാണ് കേട്ടോ ഞങ്ങളുടെ സ്ഥലം. കണ്ടോ നമുക്ക് നല്ല സ്കൈ. മഴ പെയ്താലും ഭംഗിയാണ്, മഴ പെയ്തില്ലെങ്കിലും ഭംഗിയാണ് അല്ലേ? അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞതാ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുന്നു.